എന്തുകൊണ്ടാണ് സാക്ഷര കേരളത്തിൽ വിദ്യാർത്ഥി ആത്മഹത്യകൾ കൂടുന്നത്? എവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത്? മരണം ആത്മഹത്യ എന്ന് ദുബായ് പോലീസിന്റെ സ്ഥിരീകരണം. നെയ്യാറ്റിൻകരയിൽ 45-കാരി തൂങ്ങി മരിച്ച നിലയിൽ. കോഴിക്കോട് ചെമ്പനോടയിൽ വില്ലേജ് ഓഫീസിൽ കർഷകർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വില്ലേജ് ഓഫീസർക്കും വില്ലേജ് അസിസ്റ്റന്റിനും സസ്പെൻഷൻ. നമസ്കാരം. ഇടുക്കി ജില്ലയിൽ കർഷക ആത്മഹത്യകൾ തുടർക്കഥയാകുമ്പോൾ 3 മാസത്തിനിടെ പൊലിഞ്ഞത് 9 ജീവനുകൾ. കൃഷിയിലെ ലാഭം കൊണ്ട് വായ്പ തിരിച്ചടയ്ക്കാൻ തീരുമാനിച്ചവർ പ്രളയത്തിന്റെ ആഘാതം കൂടിയായപ്പോൾ വഴിയാധാരമാവുകയായിരുന്നു. അദ്ദേഹം കണ്ടെത്തിയത് മരണങ്ങളെല്ലാം കാർഷിക കടം കൊണ്ടല്ല എന്നാണ്. ജീവിതം അവസാനിപ്പിച്ചവരിൽ ചിലർ മദ്യപാനികളായിരുന്നു, ചിലർക്ക് കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാവരുടെയും പ്രതീക്ഷ എന്നിലായിരുന്നു. ഞാനിനി എന്ത് ചെയ്യും? എക്സാം ഹാളിൽ നിന്നും പുറത്താക്കിയ കാര്യം എല്ലാവരും അറിഞ്ഞാൽ എല്ലാവരും നാളെ വരുന്ന റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുക. എന്തായാലും റിസൾട്ട് വരുമ്പോൾ ഞാൻ തോക്കും. അപ്പോൾ എല്ലാവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും. ഇല്ല ഇല്ല, എല്ലാം ഞാൻ ശരിയാക്കും. ഒരു നിമിഷം. എനിക്ക് അറിയത്തില്ലടാ, ഇനി എന്ത് ചെയ്യും? എന്നാടാ ഇത്? അവളെയും കുഞ്ഞിനോട് ഞാൻ എവിടെ പോവാനാ? നമുക്ക് സമാധാനം ഉണ്ടാക്കാം. അവർക്ക് വേണ്ടത് വസ്തുവല്ലേ? എന്ത് ചെയ്യട്ടടാ? എടാ നീ ഇങ്ങനെ ടെൻഷൻ പിടിക്കാതെ. എടാ ഇതിന് നമുക്കൊരു സമാധാനം ഉണ്ടാക്കാവടാ. എടാ നീ ഒന്ന് റിലാക്സ്ഡ് ആകടാ. വേണ്ട, എല്ലാത്തിനും വേറൊരു വഴി ഞാൻ പറയുന്നു, നീ കേക്ക്. ഇനി ചെപ്തിയും വേണ്ട. ഒരു നിമിഷം. ഈ എഴുത്ത് ആര് കാണുമെന്നറിയില്ല. എന്നാലും സ്നേഹം എന്ന വാക്കിന് ഞാൻ എൻ്റെ ജീവന്റെ വില തന്നെ നൽകുന്നു. സ്നേഹിച്ചിരുന്നു ഒരുപാട്. പക്ഷേ എപ്പോഴൊക്കെ അവൾക്ക് എന്നെ വേണ്ടെന്ന് തോന്നി തുടങ്ങി. സ്വപ്നം കണ്ടിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട്. പക്ഷേ അതെല്ലാം അവളുടെ ഒറ്റ വാക്കിൽ ഇല്ലാതായി. ഞാൻ അവളോട് പറഞ്ഞിരുന്നു, നിന്നെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണമെന്ന്. പക്ഷെ നിന്നെ ഇനി എനിക്ക് മറക്കാനാവില്ല. എന്റെ സ്നേഹം സത്യമാണെന്ന് അവൾ അറിയണം. സ്നേഹം പിച്ചയെ യാചിച്ച കിട്ടുന്ന ഒന്നല്ല. അതിനായി ഇനിയും അവളുടെ മുന്നിൽ ഞാൻ കഴിഞ്ഞിട്ടില്ല. നിന്നോടുള്ള സ്നേഹത്തിലും വലുതല്ല എന്റെ ജീവൻ.
ഒരു നിമിഷം. മോളെ, കൊച്ചേ, മോള് വല്ലതും കഴിച്ചോ? മോളെ, മോളെ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത മോളെ. ആരാ? കേറിയിരിക്കെ. എവിടെയോ കണ്ട മറന്ന മുഖം. ആ, ഇരിക്കിരിക്കെ. ഇവരെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത് ചേട്ടനെ പരിചയപ്പെടുത്തുവാനാ, ചേട്ടന്റെ ഈ ജീവിതം കാട്ടിക്കൊടുക്കുവാനാ. ശരിയാണ്, ചേട്ടനും പണ്ടെന്നെ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു സാഹചര്യത്തിൽ. പക്ഷേ ചേട്ടൻ അതെല്ലാം അതിജീവിച്ചു. എന്തു പറയാനാ മക്കളെ, 5 വർഷം മുമ്പാണ് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത്. കുടുംബത്തെ പോറ്റാനുള്ള നെട്ടോട്ടത്തിൽ സംഭവിച്ചു പോയതാണ് അതൊക്കെ. പക്ഷെ ഞാൻ തളർന്നില്ല. ഒരു വർഷം കഴിഞ്ഞു ഇവിടെ അമ്മ ഇട്ടേച്ചു പോയി. ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് എന്റെ മോൾക്ക് വേണ്ടിയാ. ഇവളെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കണം. ആരുടെയെങ്കിലും കൂടെ ഇവളെ കെട്ടിച്ചയക്കണം. ഇപ്പൊ അത്യാവശ്യം ലോട്ടറി വിറ്റ് ഞാൻ ജീവിക്കുന്നുണ്ട്. ആട്ടെ, എന്താ ഇവരുടെ പ്രശ്നം? ഇവരൊക്കെ ചില നിസാര പ്രശ്നങ്ങൾക്ക് ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയവരാ. എങ്കിൽ പിന്നെ ഞാൻ എന്നേ എന്റെ ജീവിതം അവസാനിപ്പിച്ചേനെ. ദേ, ഇത് കണ്ടോ, രോഗങ്ങൾ, ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട് കൂട്ടിന്. അന്ന് ഞാൻ തളർന്ന സമയം ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിച്ചെങ്കിൽ ഇന്നെന്റെ മോൾ എങ്ങനെ ജീവിച്ചേനെ? ആ ഒരു നിമിഷത്തെ ചിന്തയാണ് എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ആ ഒരു നിമിഷം, അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. മക്കളെ, ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ആ ഒരു നിമിഷം, ആ ഒരു നിമിഷത്തിൽ നഷ്ടപ്പെടുന്നത് ഒരു ജീവനായിരിക്കും. പിന്നെ അത് ഓർത്ത് ജീവിതം ഹോമിക്കുന്നത് നിരവധി ജീവനുകളാണ്. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്തു ചെയ്യണമെന്ന്.